എല്ലാവർക്കും കേളി മീഡിയയിലേക്ക് സ്വാഗതം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. അപ്പോൾ നമ്മുടെ കുടുംബശ്രീ ശാരദ സീരിയലിൻ്റെ എപ്പിസോഡിലേക്ക് പോയാലോ? ഇന്നത്തെ എപ്പിസോഡ് എന്ന് പറയുന്നത് നമ്മുടെ വിഷ്ണുവും ശാലിനിയും കുട്ടികളെല്ലാം കൂടെ ടൂറിന് പോവുകയാണ്. അങ്ങനെ അവരവിടെ ഓരോ റൈഡിലൊക്കെ കയറി അവരുടെ സന്തോഷങ്ങൾ അവർ കണ്ടെത്തുകയാണ്. അത് നല്ല ശാലിനിയും വിഷ്ണുവും തമ്മിലുള്ള നല്ല എന്താ പറയുക, പ്രണയ നിമിഷങ്ങളിലൂടെ എല്ലാവരും കടന്നു പോവുകയാണ്. അതുപോലെ അവിടെ ഫോണിന് റേഞ്ചൊന്നുമില്ല. കാരണം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ ഹോട്ടലിൽ നിന്ന് വിളിച്ചറിയിക്കാമെന്ന് നമ്മുടെ ശാലിനിയുടെ ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്. ഇതേ സമയമാണ് മറ്റൊരു പോലീസ് സ്റ്റേഷനിൽ പോയി കേസ് കൊടുക്കുന്നുണ്ട്. അവരുടെ സ്വർണം കാണാതെ പോയി എന്ന് പറഞ്ഞ്. അത് ശരിക്കും ഓട്ടോയിൽ ഇരിപ്പുണ്ട്. അപ്പം എന്തായാലും പോലീസുകാർ തപ്പി മറ്റേ ഓട്ടോക്കാരനെ കണ്ടെത്തുക. അപ്പോൾ ആ ഓട്ടോക്കാരൻ പറയും ഇന്ന ഓട്ടോയിലാണ് കൊടുത്തു വിട്ടതെന്ന് പറയും. അങ്ങനെ അവർ വീട്ടിൽ ചെല്ലാൻ സാധ്യതയുണ്ട്. വലിയൊരു പ്രശ്നത്തിലേക്ക് പോകാനും ചാൻസ് ഉണ്ട്. അങ്ങനെ അവർ ടൂറിൽ ആഹ്ലാദിക്കുന്ന ഈ സമയത്താണെങ്കിൽ നമ്മുടെ നൂറിൻ്റെയും അനൂപിൻ്റെയും രജിസ്ട്രേഷൻ നടക്കാൻ വേണ്ടി അനൂപാണെങ്കിൽ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. നൂറിനോട് ഇറങ്ങാൻ പറയുന്നു. അങ്ങനെ നൂറ് ഇറങ്ങുന്ന സമയത്ത് നസീറിൻ്റെ ബാപ്പയും വരികയാണ്. അങ്ങനെ നൂറിൻ്റെ ബൈക്കിൻ്റെ കീയൊക്കെ വാങ്ങി വെച്ചിട്ട് അവളെ മുറിയിലേക്ക് തള്ളിയിടും. നീ എവിടെ ഇവിടുന്ന് പോകാൻ പറ്റത്തില്ല എന്ന് പറയും. അങ്ങനെ അവളുടെ ഫോണും ബാഗെല്ലാം സോഫയിൽ എറിയുകയാണ്. അപ്പോൾ നമ്മുടെ നസീറിൻ്റെ ഉമ്മേനെ വഴക്ക് പറയും. നീ എന്തിനാണ് അവളെ പുറത്ത് വിട്ടതെന്ന് ചോദിക്കുക. അപ്പോൾ പറയും അവളുടെ കോളേജിൻ്റെ എന്തോ ആവശ്യത്തിനാണെന്ന് പറയും. മേലാൽ അവളെ ഇവിടുന്ന് ഇറക്കിയേക്കല്ലെന്ന് പറയും. നമ്മുടെ നൂറാണെങ്കിൽ തൻ്റെ അച്ഛൻ്റെ അടുത്ത് അനുഗ്രഹമൊക്കെ വാങ്ങിയിട്ടാണ് പോകാൻ റെഡിയായി നിന്നത്. പക്ഷേ ഇവർ വിടുന്നില്ല. അപ്പം അതേ സമയത്ത് നമ്മുടെ അനുവിൻ്റെ ഫ്രണ്ട് ഇവിടെ കാണാണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ഇനി എന്ത് ചെയ്യും എന്നറിയാതെ. എങ്ങനെയാലും അവിടെ നിന്ന് രക്ഷപ്പെട്ടാൽ മതിയെന്നേ അവൾക്കും ഉള്ളൂ. പക്ഷെ അവളെ പൂട്ടിയിട്ടിരിക്കുകയാണ്. എങ്ങനെ അവിടെ നിന്ന് രക്ഷപ്പെടും? അവസാനം നമ്മുടെ എന്തായാലും നസീറിൻ്റെ അമ്മ അവളെ ഹെൽപ്പ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. കാരണം അമ്മയ്ക്ക് അറിയാമല്ലോ ഈ മകനെ കൊണ്ട് കെട്ടിച്ചാൽ അവളുടെ ഭാവി സുരക്ഷിതമാകത്തില്ല. അതുകൊണ്ട് എങ്ങനെയും അവളെ രക്ഷിക്കുക എന്ന് തന്നെയാണ് അവരുടെ ആഗ്രഹം. അവരപ്പോൾ അങ്ങനെ അവളെ തുറന്നു വിടുന്നുണ്ട്. അങ്ങനെ അവർ പോയി രജിസ്ട്രേഷനൊക്കെ ചെയ്യുകയാണ്. പിന്നെ വരും എപ്പിസോഡിൽ നമുക്ക് വിഷ്ണു ശാലിനി വീണ്ടും പ്രശ്നത്തിലേക്ക് പോകുന്ന എപ്പിസോഡൊക്കെയാണ്. ഇതൊക്കെയാണ് നാളത്തെ എപ്പിസോഡിലുള്ളത്. അപ്പോൾ നാളത്തെ എപ്പിസോഡിനായി എല്ലാവരും വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ ബൈ, താങ്ക് യു.